ഉമ്മനഴി വളയനാട് കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നാഗത്തുള്ളൽ സമാപിച്ചു. ഉമ്മനഴി വളയനാട് കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 7 ദിവസങ്ങളിലായി നടന്നുവന്ന നാഗത്തുള്ളൽ സമാപിച്ചു. 2 കളങ്ങളായും 7ാം ദിവസം ഭൂതക്കളം ഉൾപ്പെടെ 3 കളങ്ങളായും പരിപാടി നടന്നു. 150ഓളം കുടുംബങ്ങൾ ഉൾപ്പെട്ട വളയനാട് കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 5 വർഷത്തിലൊരിക്കലാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുന്നത്. 5 വർഷം കൂടുമ്പോഴാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് വി അരവിന്ദാക്ഷൻ, സെക്രട്ടറി വി കൃഷ്ണദാസ് എന്നിവർ പറഞ്ഞു. ഒരു ഏകദേശം നൂറ്റാണ്ടുകളായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് വളയനാട് കുടുംബം എന്ന് പറഞ്ഞ ഉമ്മനഴി ലാപ്പറ്റ ഭാഗങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബമാണ്. ഒരു നൂറ്റാണ്ടുകളായിട്ട് ഒരു സർപ്പത്തുള്ളലും നാഗത്തുള്ളലും നടത്തുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ഇപ്പോൾ ഞങ്ങൾ ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു വളയനാട് കുടുംബ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കലയാണിത്. ഈ സംഭവം, ഈ നാഗത്തുള്ളതെല്ലാം പലരും ഈ സർപ്പക്കാവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളത് ഒഴിവാക്കാതെ നിലനിർത്തുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ തലമുറ ഇതിൽ വളരെയധികം സപ്പോർട്ടാണ്. ഇതിൽ അവർ പല ഭാഗത്തും, ലോകത്തിൻ്റെ പല ഭാഗത്തും, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നത്, അവരിതിൽ വളരെയധികം ഉത്സാഹത്തോടെ പങ്കെടുത്തിട്ടുള്ളൊരു ഇതാണ് ഞങ്ങളുടെ 5 കൊല്ലം കൂടുമ്പോൾ ഇപ്പോൾ നടത്തുന്നത്. ഇത് 7 ദിവസത്തെ കളം ആണ്. ഇതിൻ്റെ ഓരോ ദിവസവും 2 കളങ്ങൾ വെച്ച് കളങ്ങൾ വരയ്ക്കാൻ തന്നെ ഏകദേശം 2 മണിക്കൂർ എടുക്കും. ഇത് മറ്റേ മണ്ണൂരിലുള്ള ഒരു പുള്ളുവ കുടുംബം, കൂരു എന്ന് പറഞ്ഞൊരു കുടുംബത്തിന് അവർ മക്കളും പേരമക്കളുമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് 7 ദിവസത്തെ കളം നടത്തുന്നത് കേരളത്തിൽ തന്നെ വിരളമാണെന്നാണ് ഞങ്ങളുടേത്. പാലക്കാട് ആരുമില്ല 7 ദിവസം ചെയ്യുന്നത്. 1-2 ദിവസം ചെയ്യുന്ന, അല്ലാണ്ട് 3 ദിവസം ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. 7 ദിവസം ഇത്രയും വിപുലമായിട്ട് ചെയ്യുന്ന കുടുംബം വളയനാട് കുടുംബമാണെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്. അധികം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു. അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും കുടുംബത്തിനകത്തും പുറത്തുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. നന്ദി, നമസ്കാരം. ആദ്യകാലങ്ങളിൽ ഇത് 7 ദിവസം നടത്തിയിരുന്നത് 7 താവഴിയായിട്ടായിരുന്നു, 7 കുടുംബക്കാരായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളായിട്ട് ഈ പുതിയ തലമുറയാണ് ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ 600 ചില്ലറ മെമ്പേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും കൂടി ഇതൊരു ഉത്സവമായിട്ട് ആഘോഷിച്ചിട്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരത്തിൽ പുറമേയുള്ള പ്രോഗ്രാംസും ഇതിന് പുറമെ തുള്ളലിന് പുറമെ കുട്ടികളുടെ ഡാൻസ് മാതിരിയുള്ള പിന്നെ തിരുവാതിരക്കളി അമ്മാതിരി പല പ്രോഗ്രാംസുമായിട്ട് അതിഗംഭീരമായിട്ടാണ് ഈ 6 ദിവസം കൊണ്ട് നടന്നത്. ഇന്നിപ്പോൾ കലാശമാണ്. 7-ാം ദിവസം ഭൂതക്കളം പറയും. ഭൂതക്കളത്തിൽ ഡെയിലി 2 കളമാണെങ്കിൽ ഭൂതക്കളത്തിന് 3 കളം വരും. 3 കളം പറഞ്ഞാൽ സുമാർ നേരം വെളിച്ചാവുന്നവരുണ്ട്. ഭൂതക്കളത്തിൽ അവസാനത്തെ കളത്തിൽ ഇതുവരെ ഈ 6 ദിവസവും ഈ കളത്തിലിരുന്ന കന്യകമാർ എല്ലാവരും കളത്തിലിരുന്ന എല്ലാ കന്യകമാരും 7-ാം ദിവസം വന്നോളാം എന്നുള്ളത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ 7-ാമത്തെ ദിവസം ഭൂതക്കളത്തിൽ ഈ 6 ദിവസത്തെ കന്യകമാരും ഉണ്ടാവും. എല്ലാം കൂടി കൂട്ടായിട്ടാണ് കളം മായ്ക്കുക. അത് വൃത്തിയായിട്ട് ചെയ്യും. ഈ 7 ദിവസവും എല്ലാവർക്കും ഗംഭീരമായ സദ്യയോട് കൂടിയിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുക. അത് ആര് വന്നാലും ശരി അവർക്കൊക്കെ അതിഗംഭീരമായ സദ്യയാണ് ഞങ്ങൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുണ്ട്. കുടുംബത്തിന്റെയും പ്രദേശവാസികളുടെയും ഐശ്വര്യലബ്ധിക്കായാണ് വിശേഷാൽ ചടങ്ങുകൾ നടത്തുന്നത്. അന്യം നിന്നു പോകുന്ന നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ നിലനിർത്തുവാനും ഇത്തരം ചടങ്ങുകൾ സഹായകമാകും.